ഹായ്, നമ്മൾ മൊഡ്യൂൾ 1 പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ബൈനോമിയൽ തിയറം. സോ ബൈനോമിയൽ തിയറം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാനുണ്ട്. പുതുതായിട്ടല്ല, നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഒന്നുകൂടി നമുക്കത് ഇവിടെ ഡിഫൈൻ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇസ് ഫാക്ടോറിയൽ. എന്താണ് ഫാക്ടോറിയൽ? നിങ്ങൾ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് 0 ഫാക്ടോറിയൽ is to be 1. And n factorial is defined to be n into n minus 1 into n minus 2 into etc. into 3 into 2 into 1. അതായത് നമുക്ക് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n-ൽ തുടങ്ങി ബാക്കോട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. സോ 1 ഫാക്ടോറിയൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 2 ഫാക്ടോറിയൽ എന്താണ്? 2 into 1 2 ആണ്. 3 ഫാക്ടോറിയൽ അതേപോലെ 6 ആണ്. ആൻഡ് 4 ഫാക്ടോറിയൽ is equal to 24. ഇതേപോലെ ബാക്കിയുള്ള നമ്പേഴ്സും. അടുത്ത ടെർമിനോളജി കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോമ്പിനേഷൻ ഓർ സെലക്ഷൻ ഓഫ് n ഐറ്റംസ് ടേക്കൺ r at a time is defined to be NCR ആണ്. NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടോറിയൽ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യും. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. സപ്പോസ് നമ്മുടെ കയ്യിൽ 7 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും 7 ഓറഞ്ചുകളോ 7 മിഠായികളോ ഉണ്ട്. 7 വേറെ വേറെ തരത്തിലുള്ള മിഠായികൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് 3 എണ്ണം വീതം നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും? സോ അതിൻ്റെ ആൻസർ ആണ് 7C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് ബൈ ഡെഫിനിഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 മൈനസ് 3 ഫാക്ടോറിയൽ. ക്ലിയർ ആണല്ലോ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ is equal to 7 into 6 into 5 into. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നിന്ന് ബാക്കോട്ട് 1 വരെ പോവുകയാണ്. ഇവിടെ നമ്മൾ 7 6 5 വരെ പോകുന്നുള്ളൂ. 4 into 3 into 2 into 1 നമ്മൾ 4 ഫാക്ടോറിയൽ തന്നെ എഴുതുവാണ്. ദിസ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. നമ്മളിവിടെ 4 ഫാക്ടോറിയൽ എന്തിനാണ് ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ കണ്ടാൽ മനസ്സിലാവും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. And that is equal to 7 into 6 into 5 divided by 3 factorial. And that is equal to 7 into 6 into 5 divided by 3 into 2 into 1. This is equal to 3 into 2 6 ആണ്. 6 6 cancel ആയി പോയി. ബാക്കി 7 into 5 that is equal to 35. സോ നിങ്ങളുടെ കയ്യിൽ 7 വ്യത്യസ്ത തരത്തിലുള്ള മിഠായികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 3 എണ്ണം വീതം 35 വേസിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കോമ്പിനേഷൻസിൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപകാരമായിരിക്കും. ഫസ്റ്റ് വൺ എന്താണ് NC0 എന്നുള്ളതാണ്. NC0 ഡെഫിനിഷൻ പ്രകാരം എന്ത് കിട്ടും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 0 ഫാക്ടോറിയൽ. നമ്മുടെ NCRന്റെ ഡെഫിനിഷൻ മറന്നു പോകരുത്. NCR is equal to n factorial divided by r factorial into n minus r factorial ആണ്. സോ അത് പ്രകാരം ഇവിടെ എന്ത് കിട്ടും? n factorial by 0 factorial into n minus 0 factorial. And that is equal to n factorial divided by 0 factorial 1 ആണ്. n minus 0 n ആണ്. n factorial തന്നെ കിട്ടും. രണ്ടും ക്യാൻസൽ ആയി പോയി 1 ആവും. And second one NC1 ആണ്. That is by definition n factorial divided by 1 factorial into n minus 1 factorial ആണ്. നമ്മൾ ഡിനോമിനേറ്ററിൽ n മൈനസ് 1 കണ്ടതുകൊണ്ട് മേലത്തതിനെ ഇങ്ങനെയാക്കി മാറ്റും. നമ്മൾ പറഞ്ഞു n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ൽ നിന്ന് ബാക്കോട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ n എടുക്കും, തൊട്ട് ബാക്കിലുള്ള n മൈനസ് 1 ഫാക്ടോറിയൽ എഴുതും. കാരണം ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ആൻസർ n ആയി കിട്ടും. തേർഡ് വൺ NCN ആണ്. അഗെയിൻ ബൈ ഡെഫിനിഷൻ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ. That is equal to n factorial divided by n factorial into 0 factorial. That is equal to 1. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ പേരിലോട്ട് പോവാം. എന്താണ് ബൈനോമിയൽ തിയറം? ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് x plus a all power n-ന്റെ എക്സ്പാൻഷൻ ആണ്. And that is given by x power n plus nc1 x power n minus 1a plus nc2 x power n minus 2a square plus nc3 x power n minus 3a cube plus etc plus a power n. സോ ഇത് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു വരാറുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് കാണാതെ പഠിക്കുക എന്നുള്ളത്. സോ അതിനൊരു ട്രിക്ക് ഉണ്ട്.
സോ നമുക്കത് നോക്കാം. സോ എക്സ് പ്ലസ് എ പവർ എൻ ആദ്യം എടുത്തെഴുതാം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയിലുള്ള കോമ്പിനേഷൻസ് ആദ്യം എഴുതുക, പിന്നെ എക്സിൻ്റെ ടേംസ് എഴുതുക, പിന്നെ എയുടെ ടേംസ് എഴുതുക. സോ ഇവിടെ എൻ സി 0 എഴുതാം. ഫസ്റ്റ് എൻ സി 0 ഒരു ഗ്യാപ്പ് വിടുക, പ്ലസ് എൻ സി 1 ഒരു ഗ്യാപ്പ് വിടുക, പ്ലസ് എൻ സി 2 ഗ്യാപ്പ്, പ്ലസ് എൻ സി 3 പ്ലസ് അവിടെ പ്ലസ് അല്ല ഗ്യാപ്പ്, പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ. നോക്കുക, കോമ്പിനേഷൻസ് ആദ്യം നമ്മൾ എഴുതി. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടേം എടുക്കുക എക്സ്, അതിൻ്റെ ഹയസ്റ്റ് പവറിൽ തുടങ്ങുക. അടുത്ത ടേമിൽ അതിന് തൊട്ടടുത്ത പവർ എഴുതുക, എക്സ് റേസ് ടു എൻ മൈനസ് 2, എക്സ് റേസ് ടു എൻ മൈനസ് 3 എക്സെട്ര. ഇവിടെ എന്ത് വരും? എക്സ് റേസ് ടു എൻ മൈനസ് എൻ. നെക്സ്റ്റ് ഈ സെക്കൻഡ് ടേം എടുക്കുക എ, അതിൻ്റെ ലീസ്റ്റ് പവർ എഴുതുക, എ പവർ 0, എ പവർ 1, എ പവർ 2, എ പവർ 3 എക്സെട്ര എ പവർ എൻ. സോ ഇതെന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എൻ സി 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് 1 ആണ്. എ പവർ 0 1 ആണ്, എക്സ് പവർ എൻ വരും. പ്ലസ് എൻ സി 1 അതേപോലെ തന്നെ എഴുതുക, എക്സ് പവർ എൻ മൈനസ് 1 എ, പ്ലസ് എൻ സി 2 എക്സ് പവർ എൻ മൈനസ് 2 എ സ്ക്വയർ, പ്ലസ് എൻ സി 3 എക്സ് പവർ എൻ മൈനസ് 3 എ ക്യൂബ്, പ്ലസ് എക്സെട്ര, പ്ലസ് എൻ സി എൻ 1 തന്നെയാണ്, എക്സ് പവർ എൻ മൈനസ് എൻ എക്സ് പവർ 0 ആണ്, അത് 1 ആണ്. സോ ഈ പ്ലസ് മേലെ തന്നെ എഴുതാം. സോ പ്ലസ് എ പവർ എൻ. സോ നോക്കുക, ഈ രണ്ട് എഴുതിയിരിക്കുന്നത് സെയിം അല്ലേ? സോ കുറച്ചും കൂടി ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുക. കുറച്ച് എക്സാമ്പിൾസിലൂടെ ഇതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് നമ്മൾ എക്സ് പ്ലസ് എ ക്യൂബ് എടുക്കുകയെന്ന് വിചാരിക്കുക. സോ ഇതെന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് പ്രകാരം എങ്ങനെ എഴുതാം? ഇതിങ്ങനെ ബൈ ഹാർട്ട് ആക്കി പഠിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി ഈസി. ഇവിടെ 3 ആണുള്ളത്. സോ 3C0 എഴുതാം, ഗ്യാപ്പ് ഇടുക, പ്ലസ് 3C1 പ്ലസ് 3C2 പ്ലസ് 3C3. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എവിടെ തുടങ്ങി എവിടെ വരെ അവസാനിക്കുക എന്നുള്ളതാണ്. സോ 3C0, 3C1, 3C2 അപ് ടു എക്സെട്ര 3C3. 3 ഐറ്റത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് 4 ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ 3C3യിൽ വെച്ച് അവസാനിപ്പിക്കാം. സോ അടുത്തത് എന്ത് വരും? എക്സിൻ്റെ ഹയസ്റ്റ് പവറിൽ സ്റ്റാർട്ട് ചെയ്യുക, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് പവർ 1, എക്സ് പവർ 0. നെക്സ്റ്റ് എയുടെ ലോവസ്റ്റ് ടേമിൽ സ്റ്റാർട്ട് ചെയ്യുക, എ പവർ 0, എ പവർ 1, എ പവർ 2, എ പവർ 3. ഇത്രയും ക്ലിയർ ആണോ നോക്കുക. ഓക്കെ, സോ ഇതിന് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 3C0 എന്താണ്? സോ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് ചെയ്ത് നോക്കുക. 3C0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് 1 ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കുക. 0 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 0 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതെന്താണ്? 1 തന്നെയാണ്. സോ ദിസ് ഈസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു എ പവർ 0 അഗെയിൻ 1 ആണ്. പ്ലസ് 3C1 എന്താണ്? 3C1 is 3 factorial divided by 1 factorial into 3 minus 1 factorial. That is equal to 3 factorial divided by 2 factorial. That is equal to 3 into 2 divided by 2 into 1. 2 into 1 വേണമെങ്കിൽ എഴുതാം. This is equal to 2, 2 cancel ആയിപ്പോയി, ബാക്കി 3. So this is 3 into x square a plus 3C2 എന്താണ്? 3C2 is 3 factorial divided by 2 factorial into 3 minus 2 factorial. This is 3 factorial by 2 factorial into 1 factorial. ഇത് തന്നെയല്ലേ ഇത്? So this is again 3 ആണ്. So this is 3 into x into a square plus 3C3 എന്താണ്? ഇത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചു തന്നെയാണ്. എന്തായിരിക്കും? 3 factorial by 3 factorial into 3 minus 3 factorial. This is 3 factorial divided by 3 factorial into 0 factorial, that is 1.
സോ 1 into x power 0 1 ആണ് a cube. So this is equal to x cube plus 3x square a plus 3x a square plus a cube. ക്ലിയർ ആണോ നോക്കുക. ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പിനേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും ഇങ്ങനെ എക്സ്പാൻഷൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പവർ 3 ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കഴിഞ്ഞു. പക്ഷെ പവർ 4 പവർ 6 അങ്ങനെ മുന്നോട്ടുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ കുറേ ടൈം പോകും. സോ കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് ഈ എക്സ്പാൻഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷനിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. സോ ദി എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് how many terms? സോ നോക്കുക, ഇവിടെ തന്നെ അതിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേം മുതൽ ഇതിനെയാണ് ഈ പ്ലസിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നതിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. ഇതൊരു ടേമാണ്, ഇത് വേറൊരു ടേമാണ്, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം എക്സെട്ര. സോ എത്ര ടേംസ് ഇവിടെ ഉണ്ടാവും? ഇവിടെ 1 2 3 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ n വരെ പോവും, പ്ലസ് ഈ ഒരു ടേമും കൂടെ. സോ എത്ര ടേംസ് ഉണ്ടാവും? n+1 ടേംസ് ഉണ്ടാവും. മാറിപ്പോകരുത്. എക്സ് പ്ലസ് എ പവർ n എന്ന് പറയുന്ന എക്സ്പാൻഷന് n+1 ടേംസ് ആണ് ഉണ്ടാവുക. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് r+1 ടേം കണ്ടുപിടിക്കുന്നതാണ്. അതിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? tr+1. അതായത് ഇത്രാമത്തെ ടേം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ നിങ്ങൾ തന്നെ പറയാം, ഞാൻ എക്സാമ്പിൾ പറയാം. സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടുത്തെ സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എങ്ങനെയാണ് എഴുതിയത്? nc1 x പവർ n-1 a ആണ്. a എന്ന് വെച്ച് കഴിഞ്ഞാൽ a പവർ 1 തന്നെയല്ലേ. തേർഡ് ടേം എന്താണ്? t3 എന്താണ്? തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nc2 x പവർ n-2 a സ്ക്വയർ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സീക്വൻസ് കിട്ടുന്നില്ലേ? ഫോർത്ത് ടേം എന്താണ്? nc3 x പവർ n-3 a ക്യൂബ് ആണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സീക്വൻസ് കിട്ടും. t2 ആവുമ്പോൾ ഈ 2ന്റെ ബാക്കിയുള്ള നമ്പർ എടുക്കുക. അതാണ് ഇവിടെ എല്ലാം വരുന്നത്. 3 ആണെങ്കിൽ 2 വരും, 4 ആണെങ്കിൽ 3 വരും. സോ tr+1 എന്തായിരിക്കും? nc r+1ന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ ncr x പവർ n-r a പവർ r. ക്ലിയർ ആണ്? നോക്കിയേ, ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് എഴുതിയത്. സോ ഈ രണ്ട് പ്രോപ്പർട്ടികൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ലതുപോലെ നോക്കി വെക്കുക. ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ ക്ലിയർ ആയാൽ നോക്കുക. ഇത് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ എഴുതാം. പാസ്കൽസ് ട്രയാങ്കിൾ. സോ പാസ്കൽ ട്രയാങ്കിൾസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് nc1 nc2 എക്സെട്ര ഇങ്ങനെയെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇത് കണ്ടുപിടിക്കാതെ എങ്ങനെയാണ് ഈ നമ്പേഴ്സ് പെട്ടെന്ന് എഴുതാൻ പറ്റുക, കാൽക്കുലേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് പാസ്കൽസ് ട്രയാങ്കിൾ പറയുന്നത്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് 1 എഴുതുക ആദ്യം. നെക്സ്റ്റ് ഇവിടെ 1 1 എഴുതുക. എപ്പോഴും എൻഡ് പോയിന്റ്സിൽ എൻഡായിട്ട് 1 ആണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ 1 എഴുതുക. ഇനി ഇവിടെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേസിന്റെ തൊട്ട് മേലെയുള്ള രണ്ട് നമ്പർ ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 2 ആണ്. അഗൈൻ 1. വീണ്ടും 1 എഴുതുക. തൊട്ട് മേലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. 3, ഇവിടെയും 3, തറ്റത്ത് 1. അഗൈൻ 1 1 + 3 4 3 + 3 6 3 + 1 4 1. ഇവിടെ 1 1 + 4 5 4 + 6 10 6 + 4 10 4 + 1 5 1. സോ ഇതാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 1 + 5 6 5 + 10 15 10 + 10 20 10 + 5 15 5 + 1 6. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ 1 കൂടിയുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ x + a പവർ 0 എഴുതുക. കാരണം ഇതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഇതിന് നേരെ ഇവിടെ എഴുതുക. x + a പവർ 1 x + a പവർ 2
x plus a power 3, x plus a power 4, x plus a power 5, x plus a power 6. സോ ഇവിടെ നേരെയാണ് എഴുതിയതെന്ന് വിചാരിക്കുക. സോ എക്സ് പ്ലസ് എ പവർ സ്ക്വയറിൽ വരുന്ന കോയിഷ്യൻസ് ആണ് ഇതെല്ലാം. എക്സ് പ്ലസ് എ പവർ 3യുടെ കോയിഷ്യൻസ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം. അതേപോലെ എക്സ് പ്ലസ് എ പവർ 6ന്റെ കോയിഷ്യൻസ് ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആദ്യം 1 എഴുതുക, തെറ്റങ്ങളിൽ എൻഡ് പോയിന്റുകളിൽ 1 എഴുതുക, പിന്നെ നമ്പർ എഴുതുന്നത് തൊട്ട് മേലെയുള്ള ആൾക്കാരെ ആഡ് ചെയ്ത് താഴോട്ട് എഴുതുക. സോ ഇതിന് നേരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവറിന്റെ എന്താണ് ഇവിടെയുള്ള എക്സ്പാൻഷൻ, ആ എക്സ്പാൻഷനുള്ള കോയിഷ്യൻസ് ആണ് ഇതായിട്ട് വരിക. സോ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലത്തിലൂടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, എക്സ്പാൻഡ് ദ ഫോളോയിങ് ആണ്. സോ 2x plus 3y പവർ 4 ആണ് ചെയ്യേണ്ടത്. സോ നമുക്ക് നമ്മുടെ എക്സ്പാൻഷൻ തിയറം പോലെ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2x ആണ് വന്നത്, എയുടെ സ്ഥാനത്ത് 3y ആണ് വന്നത്. സോ ഇതിനെ ഒരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെ വേറൊരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. പവർ 4 ആണ് വന്നത്. സോ ആൻസർ ആയിട്ട് നോക്കാം, 2x plus 3y പവർ 4 ഈക്വൽ ടു. സോ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ ഫോം ചെയ്യാണ്. നമ്മൾ 4c1 4c2 എന്നെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ സമയം പോവും. അതിനേക്കാൾ നല്ലത് നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കുക. സോ പാസ്കൽസ് ട്രയാങ്കിൾ എന്താണ്? പവർ 1നുള്ളത് 1 1 1 1 2 1 1 3 3 1. നമ്മൾ നോക്കുക, ഇത് പവർ 0ക്കുള്ളതാണ്, ഇത് പവർ 1നുള്ളതാണ്, ഇത് പവർ 2, ഇത് പവർ 3ക്കുള്ളതാണ്. പവർ 4 ആണ് നമുക്ക് വേണ്ടത്. സോ ഈ ഒരു സ്റ്റെപ്പും കൂടെ മതി. സോ ദിസ് ഇസ് 1 4 6 4 1. സോ നോക്കുക, പവർ 4 ആവുമ്പോൾ കോയിഷ്യൻസ് ആയിട്ട് ഇതെല്ലാം വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒന്നാമത്തെ കോയിഷ്യന്റ് 1 ആണ്. 1 ഇൻറ്റു ഗ്യാപ്പ് എഴുതുക പ്ലസ് 4 ഇൻറ്റു ഗ്യാപ്പ് ഇടുക പ്ലസ് 6 ഇൻറ്റു ഗ്യാപ്പ് പ്ലസ് 4 ഇൻറ്റു ഗ്യാപ്പ് പ്ലസ് 1 ഇൻറ്റു. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എന്ത് വരും? ഒന്നാമത്തെ ടേമിന്റെ ഹയസ്റ്റ് പവറിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ദിസ് 2x പവർ 4, ഇവിടെ 2x പവർ 3 വരും, 2x പവർ 2 വരും, 2x പവർ 1 വരും, 2x പവർ 0 വരും. നെക്സ്റ്റ് എന്താണ് വരിക? സെക്കൻഡ് ടേമിന്റെ ലീസ്റ്റ് പവർ തുടങ്ങിയിട്ട്. സോ ഇവിടെ 3y പവർ 0, 3y പവർ 1, 3y പവർ 2, 3y പവർ 3, 3y പവർ 4. സോ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 2x പവർ 4 ആണ്, ദാറ്റ് ഈസ് 2 പവർ 4 ഇൻറ്റു എക്സ് പവർ 4. 3y പവർ 0 1 ആണ്. ഏത് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ പവർ 0 എന്താണ്? 1 ആണ്. സോ പ്ലസ് 4 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2 ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ്. ഇവിടെ 3y പവർ 1 ആണ്, സോ 3y. നെക്സ്റ്റ് പ്ലസ് 6 ഇൻറ്റു ഇവിടെ 2 സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2x വരും ഇൻറ്റു ഇവിടെ എന്ത് വരും? 3 ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് ആണ് പ്ലസ് 1 വരും. 2x പവർ 0 1 ആണ്, ബാക്കി എന്താ ഉള്ളത്? 3 പവർ 4 5 പവർ 4. ക്ലിയർ ആണോ നോക്കുക? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പവർ 4 എന്താണ്? 2 ഇൻറ്റു 2 4 8 16 16 എക്സ് പവർ 4 പ്ലസ് ഇതെന്താണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 4 ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്, 3 ഉണ്ട്. സോ എന്ത് വരും? 4 ഇൻറ്റു 2 പവർ 3 എന്താണ്? 8 ആണ് ഇൻറ്റു 3 ആണ്. സോ ദിസ് ഇസ് 8 4 32 32 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 9 96 എക്സ് ക്യൂബ് വൈ പ്ലസ് 6 ഇൻറ്റു 2 സ്ക്വയർ 3 സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? 6 ആണ് ഇൻറ്റു 2 സ്ക്വയർ 4 ആണ് ഇൻറ്റു 3 സ്ക്വയർ 9 ആണ്. ഇവിടെ എന്ത് വരും? 24 ഇൻറ്റു 9. ഇത് എത്രയാണെന്ന് നോക്കിയേ? 6 21 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ്
4 into 2 into 4 into 2 into 3 cube എന്താണ്? ഇവിടെ 33 അല്ലാട്ടോ, മാറി പോകരുത്. yക്കാണ് ഇവിടെ ക്യൂബ് ഉള്ളത്. സോ 3 ക്യൂബ് എന്താണ്? 9, 9, 3, 27. ഇതെന്താണ്? 8 ആണ്. 27 into 8. 6, 21 x y cube plus 3 power 4 എന്താണ്? 3 into 3 9, 9 into 3 27, 27 into 3 81 y power 4. സോ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ നോക്കുക. അടുത്തതായിട്ട് നമുക്ക് a plus 4b power 6 എന്താന്ന് നോക്കി നോക്കാം. ആൻസർ a plus 4b power 6. Again നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കണം. സോ 1, 1, 1, 1, 2, 1, 1, 3, 3, 1, 1, 4, 6, 4, 1, 1, 5, 10, 10, 5, 1. ഇതെല്ലാം എത്ര ഏതിൻ്റെയാണ് നമ്മൾ നോക്കണേ. ഇത് പവർ 0 ആണ്. ഇത് പവർ 1, പവർ 2, പവർ 3, പവർ 4, പവർ 5. ഒന്നും കൂടെ വേണം, എന്നാലും പവർ 6 ആവുള്ളൂ. സോ 1, 6, 15, 20, 15, 6 അവിടെ അങ്ങേ തലത്തിൽ 1 വരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് കോഎഫിഷ്യൻസ് എന്താണ്? 1 ആണ്. ഗ്യാപ്പ് ഇടുക. പ്ലസ് 6 ഇൻറ്റു 1 ഇൻറ്റു ഗ്യാപ്പ്, 6 ഇൻറ്റു ഗ്യാപ്പ് എഴുതുക. പ്ലസ് 15 ഇൻറ്റു ഗ്യാപ്പ് പ്ലസ് 20 ഇൻറ്റു പ്ലസ് 15 ഇൻറ്റു അഗെയിൻ പ്ലസ് 6 ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു. ഇനി ഇതിൻ്റെ കൂടെയൊക്കെ എന്താ വരിക എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റത്തെ ടേം എ ആണ്. സോ എ പവർ 6, എ പവർ 5, എ പവർ 4, എ പവർ 3, എ പവർ 2, എ പവർ 1, എ പവർ 0. നെക്സ്റ്റ് ഇവിടെ 4b ആണ് സെക്കൻഡ് ടൈം ആയിട്ടുള്ളത്. സോ 4b പവർ 0, 4b പവർ 1, 4b പവർ 2, 4b പവർ 3, 4b power 4, 4b power 5 and 4b power 6. Clear ആണോ നോക്കുക. And that is equal to, ഇതിനെല്ലാം ചെറുതാക്കാൻ നോക്കുക. സോ നമുക്ക് ഇവിടെ ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് എഴുതി നോക്കാം. കുറച്ചും കൂടി സ്പേസ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ പവർ 6, പവർ 0 1 ആണ്. സോ ഇവിടെ എ പവർ 6 ആവും. ഓക്കെ. പ്ലസ് ഇവിടെ എന്താണ്? 6 ഇൻറ്റു എ പവർ 5 ഇൻറ്റു ബ്രാക്കറ്റ് ഒക്കെ നമുക്ക് മാറ്റി വെക്കാം ആദ്യം. 4b ആണ്. പ്ലസ് 15 ഇൻറ്റു എ പവർ 4 ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. നെക്സ്റ്റ് ഇത് പ്ലസ് 20 ഇൻറ്റു ഇവിടെ എ ക്യൂബ് ആണ് ഇൻറ്റു 4 ക്യൂബ്. ഇവിടെ 4b ഓൾ പവർ 3 ആണ്. സോ 4 ക്യൂബ് ബി ക്യൂബ് പ്ലസ് ഇവിടെ 15 into a square into 4 power 4 into b power 4 plus 6 into a into 4 power 5 b power 5 plus 1 a power 0 1 ആണ്. സോ ഇവിടെ എന്ത് വരും? 4 power 6 b power 6. This is equal to a power 6 plus ഇവിടെയുള്ള ആൾക്കാർ കോഎഫിഷ്യൻസ് എടുക്കുക. 6 into 4 24, a power 5 b plus അതേപോലെ ഇവിടെ ഉള്ളത് എടുത്താൽ എന്ത് വരും? 15 into 4 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 15 into 16. എന്ത് വരും? ബാക്കി 3, 6, 5, 11, 14, ബാക്കി 1, 240. 240 into a power 4 b square. അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എഴുതുക. 20 ഇൻറ്റു 4 ക്യൂബാണ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇത് കാൽക്കുലേറ്റർ എടുക്കുക. 1280 ആണ്. സോ പ്ലസ് 1280 എ പവർ 3 ബി പവർ 3 പ്ലസ് ഇവിടെ 15 ഇൻറ്റു
power 4. ഇതെന്താണ്? കാൽക്കുലേറ്ററോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. 3840 ആണ്. സോ 3840 a square b power 4 പ്ലസ് ഇവിടെ 6 into 4 power 5 ആണ്. So that is equal to 6144 ആണ്. So that is 6144 a b power 5 plus 4 power 6 ആണ് 4096. So 4096 b power 6. Clear ആണോ നോക്കുക. നെക്സ്റ്റ് നമുക്ക് 2x minus 3y all power 3 എന്താന്ന് നോക്കാം. സോ ആൻസർ 2x minus 3y all power 3. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. സോ ഇതിനെ നമുക്ക് ഒന്നും കൂടി എങ്ങനെ മാറ്റി എഴുതാം? 2x plus minus 3y the whole cube എന്ന് എഴുതാം. സോ നേരത്തെ നമ്മൾ പ്ലസ് ആയിരുന്നു പഠിച്ചത്. സോ ഇവിടെ സെക്കൻഡ് ടേം ആയിട്ട് മൈനസ് 3y ആണ് വരിക. സോ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. പവർ 3 ആണ്. സോ പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കുക. 1 1 1 1 2 1 1 3 3 1. ഇത് പവർ 0 ഇടത്, പവർ 1 ഇൻ്റത്, പവർ 2 ഇൻ്റത്, ഇത് പവർ 3 ഇടത്. ഓക്കെ, സോ ഇത് വന്നു. സോ അവിടെ നമ്മൾ അതിന് പാസ്കൽസ് ട്രയാങ്കിൾ പ്രകാരം നമ്മളിത് കണ്ടുവച്ചിട്ടുണ്ട്. സോ നമ്മളത് എടുത്തെഴുതുക. സോ ഫസ്റ്റ് കോഎഫിഷ്യന്റ് 1 ആണ്. 1 ഇൻറ്റു ഗ്യാപ്പ് പ്ലസ് 3 ഇൻറ്റു ഗ്യാപ്പ് എഴുതുക പ്ലസ് 3 ഇൻറ്റു അഗെയിൻ ഗ്യാപ്പ് പ്ലസ് 1 ഇൻറ്റു 4 ടേംസ് ആണ് ഇവിടെ ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇവിടെ ഫസ്റ്റ് ടേം 2x പവർ 3, 2x പവർ 2, 2x പവർ 1, 2x പവർ 0. നെക്സ്റ്റ് എന്ത് വരും? സെക്കൻഡ് ടേമിൻ്റെ ലീസ്റ്റ് പവർ തുടങ്ങിയിട്ട്. സോ മൈനസ് 3y പവർ 0, മൈനസ് 3y പവർ 1, മൈനസ് 3y പവർ 2, മൈനസ് 3y പവർ 3. ക്ലിയർ ആണോ നോക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 ഇൻറ്റു ഇവിടെ പവർ 0 ഉണ്ട്, അതെല്ലാം 1 ആയിപ്പോയി. ഇവിടെ എന്തുണ്ട്? 2 ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് ഇവിടെ നമ്മൾ മൈനസ് ഉള്ളത് കൊണ്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതുക. 3 ഇൻറ്റു ഇവിടെ 2 സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 3 ഇൻറ്റു വൈ പ്ലസ് 3 ഇൻറ്റു ഇവിടെ 2x ആണ് ഇൻറ്റു മൈനസ് 3y ഓൾ സ്ക്വയർ ആണ്. സോ മൈനസ് 3 സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2x പവർ 0 1 ആണ്. ഇവിടെ എന്ത് വരും? മൈനസ് 3 പവർ 3 ഇൻറ്റു വൈ ക്യൂബ്. ക്ലിയർ ആണല്ലോ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് എന്താണ്? 8 ആണ്. 8x ക്യൂബ് പ്ലസ് ഇവിടെ എന്തുണ്ട്? 3 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു മൈനസ് 3 ആണ്. ഇവിടെ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 3 ആണ്. ദാറ്റ് ഈസ് 12 ഇൻറ്റു മൈനസ് 3 എന്ത് വരും? ദാറ്റ് ഈസ് മൈനസ് ആയിട്ടാണ് വരിക. മൈനസ് 6 3. സോ മൈനസ് 36 എന്ത് വരും? സോറി, മൈനസ് 36 വരും. എക്സ്പോണൻഷ്യൽ ആയിട്ട് വരുന്നത് എക്സ് സ്ക്വയറും വൈയും. നെക്സ്റ്റ് പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? 3 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 3 സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 9 ആണ്. ക്ലിയർ ആണല്ലോ. കാരണം മൈനസ് 3യുടെ സ്ക്വയർ 9 ആണ്. 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 9 54 എക്സ് വൈ സ്ക്വയർ പ്ലസ് മൈനസ് 3യുടെ ക്യൂബ് ആണ്. മൈനസ് 3യുടെ ക്യൂബ് എന്താണ്? മൈനസ് 27 ആണ് വൈ ക്യൂബ്. സോ ഇതിനൊന്നുകൂടി ക്ലിയർ ആയിട്ട് എങ്ങനെ എഴുതാം? 8x ക്യൂബ് മൈനസ് 36 എക്സ് സ്ക്വയർ വൈ പ്ലസ് 54 എക്സ് വൈ സ്ക്വയർ മൈനസ് 27 വൈ ക്യൂബ്. സോ ഇത് ക്ലിയർ ആണോ നോക്കുക. ഫോർത്ത് പ്രോബ്ലം x മൈനസ് 1/x ഓൾ പവർ 4 ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? ശ്രദ്ധിച്ച് ചെയ്യണം. x മൈനസ് 1/x ഓൾ പവർ 4. സോ അഗെയിൻ പാസ്കൽസ് ട്രയാങ്കിൾ എടുക്കുക. സോ 1 1 1 1 2 1 1 3 3 1 1 4
6, 4, 1. ഇത് പവർ 0, പവർ 1, പവർ 2, പവർ 3, പവർ 4. ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻസ് ആയിട്ട് വരിക. സോ ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു ഗ്യാപ്പ് പ്ലസ് 4 ഇൻറ്റു പ്ലസ് 6 ഇൻറ്റു പ്ലസ് 4 ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു. സോ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ടേം എക്സ് ആണ്. എക്സ് പവർ 4, എക്സ് പവർ 3, എക്സ് പവർ 2, എക്സ് പവർ 1, എക്സ് പവർ 0. അടുത്ത ടേം എന്താണ്? മാറിപ്പോകരുത്, -1/x ആണ്. സോ -1/x പവർ 0 -1/x പവർ 1 -1/x പവർ 2 -1/x പവർ 3 -1/x പവർ 4, which is equal to, again ഇത് 1 ആണ്, ഇത് പവർ 0 1 ആണ്. സോ എക്സ് പവർ 4 പ്ലസ് 4 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു ഇവിടെ -1/x പവർ 1 ആണ്. സോ -1/x പ്ലസ് 6 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു -1/x ഹോൾ സ്ക്വയർ 1/x സ്ക്വയർ ആണ്. പ്ലസ് 4 ഇൻറ്റു എക്സ് ഇൻറ്റു -1/x all cube, that is -1/x cube പ്ലസ് 1 ഇൻറ്റു എക്സ് പവർ 0 1 ആണ്, ഇവിടെ 1/x പവർ 4. ഇതിനൊന്ന് ചെറുതാക്കി എഴുതിയാൽ എങ്ങനെയുണ്ടാവും? ദിസ് ഈസ് എക്സ് പവർ 4 പ്ലസ് മൈനസ് ആണ് 4 ഇൻറ്റു എക്സ് ക്യൂബ്, ഇവിടെ എക്സ് ആണ്, ഒരു എക്സ് ക്യാൻസൽ ആയി പോവും. സോ എക്സ് സ്ക്വയർ, ഇവിടെ പ്ലസ് ആണ്, എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി 6 മാത്രമാവും. സോ ഇവിടെ മൈനസ് ആണ്, ഇവിടെ താഴെയാണ് എക്സ് ക്യൂബ് ഉള്ളത്, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എന്ത് വരും? 1/x സ്ക്വയർ, ഇവിടെ എന്ത് വരും? പ്ലസ് 1/x പവർ 4. ഇപ്പം ചെയ്ത പ്രോബ്ലംസ് എല്ലാം മനസ്സിലായി നോക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യുക. ഫസ്റ്റ് പ്രോബ്ലം എക്സ്പാൻഡ് ചെയ്യാൻ തന്നെയാണ്. ഫസ്റ്റ് പ്രോബ്ലം 3x minus y square all power 5, x plus 1/x all power 7 and x cube minus 1/x square all power 5.